ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ പ്രോസസ്സ് അറിഞ്ഞിട്ട് വെസ്റ്റേണേഴ്സ് ശരിക്കും തലയിൽ കൈവച്ച് നിന്നിട്ടുണ്ട്. ഞാൻ അതിന് സാക്ഷിയാണ്. 10 മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തലേ ദിവസം ഉച്ചക്ക് തൊട്ടേ ആരംഭിക്കുന്ന മുന്നൊരുക്കങ്ങൾ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നതാകട്ടെ വെറും 5 മിനിറ്റ്. പെണ്ണിങ്ങനെ തലയിൽ കൈവെക്കാതിരിക്കും. പക്ഷെ ഞാൻ അന്ന് ഈ വെറും ദോശയുടെ അല്ലെങ്കിൽ മടിച്ച ദോശയുടെ റെസിപ്പിയാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർ അത്ര സർപ്രൈസ്ഡ് ആവില്ലായിരുന്നു. ഇതിന് വെറും ദോശ അല്ലെങ്കിൽ മടിച്ച ദോശ എന്ന് എങ്ങനെ പേര് വന്നു അത് പറയാം. അതിനു മുമ്പ് ഈ റെസിപ്പി മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് എന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ആദ്യം വേണ്ടത് നമുക്കറിയാമല്ലോ, അരിയെടുത്ത് കുതിർക്കുക. ജസ്റ്റ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർക്കുക. ഞാൻ കുഞ്ഞുനാളിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദോശയാണിത്. പക്ഷേ ഈ ദോശയ്ക്ക് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. മറ്റേത് സാധാ ദോശ, ഈ ദോശയ്ക്ക് ഒരു പേരില്ല. അപ്പം ഞാൻ ഇത് നല്ല ക്രിസ്പിനെസ് ഉള്ള ദോശയായതുകൊണ്ട് ഞാനിട്ട പേരാണ് വെറും ദോശ. കുഞ്ഞുനാളിൽ പുറത്ത് പോയി ഹോട്ടലിൽ എല്ലാവരും ദോശ കഴിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് വെറും ദോശ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഹോട്ടലിലും ഈ വെറും ദോശ ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി ചോറില്ലെങ്കിൽ കുറച്ച് കുതിർത്ത അവൽ ചേർത്താലും മതി. ഇതൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം എനിക്ക് ഈ ദോശ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റി. അത് നാട്ടിലായിരുന്നില്ല, ബാംഗ്ലൂരിൽ വെച്ച്. 2 ടൈപ്പ് ദോശ ഉണ്ടായിരുന്നു. രണ്ടിനും ഏകദേശം ഈ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സാക്ട്ലി ഇതുപോലെയല്ല ഉണ്ടാക്കുന്നത്. ഒന്ന് നീർദോശ, വേറൊന്ന് ഊത്തപ്പം. പക്ഷേ ഇത് നീർദോശയല്ല, ഊത്തപ്പമല്ല, രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഒരു ദോശയാണിത്. ഇത് പല വിധത്തിലുണ്ടാക്കാം. ഇത് ആദ്യത്തെ ടൈപ്പാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഈ മാവിൽ നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കുക. തേങ്ങ ചിരവിയത് ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. തേങ്ങ അരിഞ്ഞിട്ട് ഇടുവാണെങ്കിൽ അത് പരത്താൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തേങ്ങ ചിരവിയതാണ് ഞാനിപ്പോൾ ഇടുന്നത്. പക്ഷേ ആ ചെറിയ കൊത്ത് പോലത്തെ തേങ്ങയാണ് ഇടുന്നെങ്കിൽ ചെറുതായിട്ട് തേങ്ങ ഇങ്ങനെ കടിക്കും. അന്നേരം അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് മടിച്ച ദോശ എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ദോശ ആയതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് വെറും ദോശ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛമ്മക്ക് മനസ്സിലാവാതെ ഇതെന്താ വെറും ദോശ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു രാവിലെ അരച്ചിട്ട് ദോശക്കാണ് പറയുന്നതെന്ന്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞതാണ് ഇതിൻ്റെ പേര് വെറും ദോശ എന്നല്ല, മടിച്ച ദോശ എന്നാണ്. മടിച്ചിമാരുണ്ടാക്കുന്ന ദോശയാണ്, അതുകൊണ്ട് ഇതിന് മടിച്ച ദോശ എന്നാണ് പേര്. അങ്ങനെയാണ് ഇത് മടിച്ച ദോശയായത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തേത് ഉണ്ടാക്കുവാണ്. ഇത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇത് പരത്താൻ കുറച്ച് പാടുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പം അരക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് ഇത് വലിയവർക്ക് കഴിക്കാൻ കറിവേപ്പില അരക്കാതെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമില്ല, ചുമ്മാ അങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മതി. ശരിക്കും മടിച്ചുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. എൻ്റെ അറിവിൽ ഇത് കണ്ണൂർ മാത്രം ഉണ്ടാക്കുന്ന ദോശയാണ്. കാരണം ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും മുമ്പ് ചോദിച്ചപ്പോൾ ആർക്കും ഇത് അറിയില്ലായിരുന്നു. അതുപോലെ ഇത് നാട്ടിലെ കടകളിൽ ഇപ്പോൾ കിട്ടുമെന്നും അറിയില്ല. കാരണം യൂട്യൂബ് വന്നതിന് ശേഷം ഇപ്പം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുള്ള ഭക്ഷണം പോലും എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.